പ്രിയമുള്ളവരെ, ഇന്ന് നാടക ദിനമാണ്. അതുകൊണ്ട് തന്നെ നാടകം എന്ന കലാരൂപവുമായിട്ട് ഉള്ള വ്യക്തിപരമായ ബന്ധത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനാണ് ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നത്. നാടകത്തിനോട് ഒരാഭിമുഖ്യം തോന്നുന്നത് വളരെ ചെറുപ്രായത്തിൽ തന്നെയാണ്. പ്രത്യേകിച്ച് വേനൽ അവധിക്കാലത്ത് ഞങ്ങൾ കുട്ടികൾ എല്ലാവരും ഒത്തുചേരുന്ന സമയമാണല്ലോ. അപ്പോൾ ഒത്തുചേർന്ന് കളികളുണ്ടാവും, വ്യത്യസ്തങ്ങളായ കളികളുണ്ടാവും. അതിൻ്റെ കൂടെ ചെയ്യുന്ന ഒരു സംഭവം ആ വേനൽക്കാലത്തേക്ക് ഒരു നാടകം സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ ഞങ്ങൾ ഒരു നാടകം കണ്ടെത്തും. ഒരുപക്ഷെ പാഠപുസ്തകത്തിലെ ഏതെങ്കിലുമൊക്കെ ഒരു കണ്ടന്റ് ആയിരിക്കാം. അങ്ങനെ ഞങ്ങൾ നാടകം കണ്ടെത്തുന്നു. ഞങ്ങളിൽ അന്ന് മുതിർന്ന ആള്, ഒരു രാജീവൻ എന്ന് പറയുന്ന നമ്മുടെ ഒരു ചേട്ടനായിട്ട് വരുന്ന ഒരാൾ, അദ്ദേഹമാണ് അത് ഡയറക്റ്റ് ചെയ്യാറ്. ഞങ്ങളെക്കാൾ കുറച്ചുകൂടി പ്രായം കൂടിയ ഒരാളാണ്. അപ്പം അദ്ദേഹമാണ് ഈ നാടകങ്ങൾ സംവിധാനം ചെയ്യാറ്. അങ്ങനെ കുറേ നാടകങ്ങൾ ജീവിതത്തിൽ ആദ്യമായിട്ട് സ്റ്റേജ് എന്ന ഒരു പ്രതലത്തെ എങ്ങനെയാണ് ഒരു കഥ പറയാൻ, അല്ലെങ്കിൽ ഒരു അനുഭവ കഥ പറയാൻ, അല്ലെങ്കിൽ ഒരു ഇതിഹാസ കഥ പറയാൻ ഉപയോഗിക്കുക എന്ന് തിരിച്ചറിഞ്ഞ പ്രായവും കാലവുമാണത്. ബുദ്ധനെക്കുറിച്ച് ഞങ്ങൾ നാടകം ചെയ്തിട്ടുണ്ട്. അതുപോലെ മഹാഭാരത കഥാപാത്രങ്ങളെ അടിസ്ഥാനപ്പെടുത്തി നാടകങ്ങൾ ചെയ്തിട്ടുണ്ട്. വലിയ പൊലിമയോടുകൂടിയാണ് ആ നാടകത്തിൻ്റെ സജ്ജീകരണങ്ങളൊക്കെ എങ്കിൽ കൂടി നാടകം ദൈർഘ്യം സംബന്ധിച്ച് നാടകം വളരെ ചെറിയ സമയദൈർഘ്യത്തിൻ്റെ ഉള്ളിൽ നടത്തുന്ന ഒന്നായിരിക്കും. കാരണം അത് അന്നത്തെ സംബന്ധിച്ചിടത്തോളം ഗൃഹപാഠമാക്കുക എന്നുള്ളതൊക്കെ, വലിയ സ്ക്രിപ്റ്റുകളൊക്കെ ഗൃഹപാഠമാക്കുക എന്നുള്ളതൊക്കെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് അത്രത്തോളം സാധ്യമല്ലാത്തതുകൊണ്ട് ചെറിയ സമയദൈർഘ്യത്തേക്ക് നാടകങ്ങൾ ചെയ്യുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ അക്കാലത്തെ രീതി എന്ന് പറയുന്നത്. അപ്പം അതിന് വലിയ സാമ്പത്തികമൊന്നും ഞങ്ങൾ കണ്ടെത്തേണ്ടി വരാറില്ല. നമുക്ക് ലഭ്യമായിട്ടുള്ള വസ്തുക്കൾ വെച്ചിട്ട് ഒരു സ്റ്റേജ് നിർമ്മിക്കുകയും ആ സ്റ്റേജിൻ്റെ അകത്ത് നാടകം ചെയ്യുകയാണ് ഞങ്ങൾ പതിവ്. അത് കാണാൻ ഞങ്ങളെ ബന്ധുക്കളും തൊട്ടടുത്ത വീട്ടുകാരൊക്കെയാണ് സദസ്സായിട്ട് ആ നാടകത്തിന് ഉണ്ടാവുക. അപ്പോൾ അതാണ് കുട്ടിക്കാലത്തെ നാടകമായിട്ട് ബന്ധപ്പെട്ടുള്ള ഓർമ്മ എന്ന് പറയുന്നത്. മിക്കവാറും എല്ലാ സമ്മർ വെക്കേഷനിലും ഞങ്ങൾ ചെയ്യുന്നൊരു പരിപാടിയാണ്. തുടർന്ന് പിന്നീട് അങ്ങോട്ട് നാട്ടിൽ കലാസമിതി പ്രവർത്തനമൊക്കെ വളരെ ശക്തമായിരുന്ന ഒരു കാലയളവിൽ ഒരു പുതിയ കലാസമിതി ഉണ്ടാവുന്നു. സരിഗ കലാകേന്ദ്രം എന്നൊരു കലാകേന്ദ്രം രൂപപ്പെടുന്നു. നാട്ടിലുള്ള അക്കാലത്തെ യുവാക്കളായിട്ടുള്ള ആൾക്കാർ സംഘടിച്ചുകൊണ്ട് രൂപപ്പെടുത്തിയ ഒരു കലാസമിതിയാണ്. അതിന് പ്രത്യക്ഷ രാഷ്ട്രീയ മുഖമൊന്നുമില്ലായിരുന്നു. എൻ്റെ നാടിനെ സംബന്ധിച്ചിടത്തോളം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വലിയ അധികം സ്വാധീനമുള്ള ഒരു നാടാണ്. മറ്റ് രാഷ്ട്രീയ പാർട്ടിക്കാർ ആ ഒരു മേഖലയിൽ വളരെ എണ്ണത്തിൽ തുലമായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ആ നാടിൻ്റെ സാമൂഹിക സാംസ്കാരിക പ്രവർത്തനങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുത്തത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് എന്ന് പറയാം. പക്ഷേ ഈ കലാസംഘത്തെ സംബന്ധിച്ചിടത്തോളം അതിനൊരു പ്രത്യക്ഷ രാഷ്ട്രീയ മുഖം ഉണ്ടായിരുന്നില്ല. അപ്പം ആ ഒരു രൂപത്തിൽ, ആ ഒരു ഘടനയിലെ രൂപത്തിലായിരുന്നു ആ കലാസമിതി രൂപപ്പെടുത്തിയത്. അപ്പോൾ ആ കലാസമിതി അതിൻ്റെയും വാർഷികത്തിന് നാടകങ്ങളുണ്ടാവും. പക്ഷെ അത് വലിയ നാടകങ്ങളാണ്. ഇപ്പം ശ്രീമൂല നഗരം മോഹൻ എന്ന എഴുത്തുകാരൻ അദ്ദേഹമൊക്കെ എഴുതി അവതരിപ്പിച്ച, പിന്നീട് അത് പുസ്തകങ്ങളായിട്ട് ഇറങ്ങിയിട്ടുള്ള അത്തരം നാടകങ്ങളാണ് അവർ നാടകം കളിക്കാൻ വേണ്ടി സെലക്ട് ചെയ്യാറില്ല. എനിക്ക് ഓർമ്മയുണ്ട്, അനുഷ്ഠാനം, അഷ്ടബന്ധം എന്നെല്ലാം പേരിൽ ഉള്ള നാടകങ്ങളാണ് സിനിമ. അത് സംവിധാനം ചെയ്യാറ് മിക്കവാറും ഞങ്ങളുടെ തൊട്ടടുത്ത നാട്ടുകാരനായിട്ടുള്ള, എന്നാൽ നാടകരംഗത്ത് വളരെയധികം കഴിവ് തെളിയിച്ചിട്ടുള്ള മേപ്പയിൽ ബാലകൃഷ്ണൻ മാസ്റ്റർ എന്ന ഒരു അധ്യാപകനായിരുന്നു. അദ്ദേഹമായിരുന്നു അവരുടെ ആ നാടകത്തെ
ചിട്ടപ്പെടുത്തിയത്. ഏകദേശം ഒരു പ്രൊഫഷണൽ നാടകം പോലെ തന്നെ ക്രമപ്പെടുത്തിയിട്ടാണ് ഇവർ വാർഷിക സമ്മേളനത്തിൽ ആ നാടകം അവതരിപ്പിക്കാറ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അതിനു മുമ്പേ ആ ഒരു നാടകം സ്റ്റേജിൽ കയറുന്നതിന് തൊട്ട് മുമ്പേ ഒരു അരമണിക്കൂർ സ്ലോട്ടുണ്ട്. ആ സ്ലോട്ടിലാണ് ഏകാംഗ നാടകം എന്ന ഗണത്തിൽ ഞങ്ങളുടെ നാടകം പിന്നീട് ഉണ്ടായിട്ടുള്ളത്. അപ്പം ഞങ്ങൾ ഈ കലാസമിതിയുടെ വാർഷികാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഒരു അരമണിക്കൂർ ദൈർഘ്യമുള്ള ഏകാംഗ നാടകങ്ങൾ സെറ്റ് ചെയ്യാറുണ്ടായിരുന്നു. അതിന് മിക്കവാറും സംവിധായകരായിട്ട് വന്നിട്ടുള്ളത് ഒന്ന് മുജുകുന്ന് തന്നെ സ്വദേശിയായിട്ടുള്ള അശോകൻ എന്നുള്ള ഒരു നാടക പ്രവർത്തകനായിരുന്നു. അദ്ദേഹമായിരുന്നു ഞങ്ങൾക്ക് ആ നാടകം 1-2 പ്രാവശ്യം സെറ്റ് ചെയ്ത് തന്നത്. അപ്പം അത് ആ ഒരു നാടകാവതരണ കാലവും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ഓർമ്മകൾ പ്രദാനം ചെയ്യുന്ന ഒന്നാണ്. പലപ്പോഴും സ്റ്റേജുകളിൽ അവതരിപ്പിക്കുന്ന സമയത്ത് ഞങ്ങൾ തെറ്റുകളൊക്കെ വരുത്തിയിട്ടുണ്ട്, പല സന്ദർഭത്തിലും തെറ്റുകൾ വരുത്തിയിട്ടുണ്ട്. എങ്കിൽ കൂടി ജനങ്ങൾക്ക് പൊതുവെ ഇഷ്ടപ്പെടുന്ന രൂപത്തിലായിരുന്നു ഞങ്ങൾ ആ നാടകം ചെയ്തുകൊണ്ടിരുന്നത്. പിന്നീട് ഈ ഗണത്തിൽ തന്നെ ഒരു നാടക മത്സരം പിന്നീട് ഉണ്ടായി. ആ നാടക മത്സരത്തിൽ ഞങ്ങളുടെ കലാസമിതി പങ്കെടുക്കാൻ തീരുമാനിക്കുകയും അതൊരു ഏകാംഗ നാടക മത്സരമായിരുന്നു. അപ്പോൾ ആ കലാസമിതിയുടെ ഭാഗമായിട്ട് ഞങ്ങൾ അന്നത്തെ കുട്ടികളായിട്ടുള്ള കൗമാരം വിടുന്ന ഒരു ഘട്ടത്തിലുള്ള ഞങ്ങളുടെ കുട്ടികളെല്ലാം ഒന്നിച്ചു ചേർന്ന് ഒരു നാടകം രൂപപ്പെടുത്തി. ആ നാടകത്തിൻ്റെ രചന നിർവഹിച്ചത് പൂക്കാട് കലാലയത്തിൻ്റെ നാടകങ്ങൾ സ്ഥിരമായിട്ട് എഴുതിക്കൊണ്ടിരുന്ന കൊയിലാണ്ടിയിലെ പ്രശസ്തനായിട്ടുള്ള കോൺഗ്രസ് നേതാവായിട്ടുള്ള കെ ശിവരാമൻ മാസ്റ്ററായിരുന്നു. നാടകത്തിൻ്റെ പേര് പെരുങ്കള്ളൻ എന്നായിരുന്നു. അപ്പോൾ ആ നാടകത്തിൽ ഞങ്ങളുടെ ഈ കൗമാരക്കാരായ കുട്ടികളോടൊപ്പം അന്നത്തെ സംസ്ഥാന തലത്തിൽ തന്നെ ശ്രദ്ധേയമായിട്ടുള്ള 1-2 കലാകാരന്മാരുണ്ടായിരുന്നു. സംസ്ഥാന അവാർഡ് ജേതാവായിട്ടുള്ള നാടക അവാർഡ് ജേതായിട്ടുള്ള വിജയൻ അരങ്ങാടത്ത് എന്നുള്ള ഒരു നടനും, അതേപോലെ തന്നെ നാടകരംഗത്ത് പ്രഗത്ഭനായിട്ടുള്ള സംഗമ തിയേറ്റേഴ്സിലൊക്കെ പ്രൊഫഷണൽ നാടകം ചെയ്തിട്ടുള്ള ബാങ്ക് ഉദ്യോഗസ്ഥനായ വിജയഭാനു എന്ന എൻ്റെ അയൽക്കാരനും ആ നാടകത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു. ഒരു പ്രൊഫഷണൽ നാടക നടിയായ ഗീത എന്നുള്ള ഒരു നടിയും ആ നാടകത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ നാടക പരിശീലനമൊക്കെ വളരെ രസകരമായ ഓർമ്മയാണ്. അത് അവസാനം ഞങ്ങളൊരു അഖില കേരള നാടക മത്സരത്തിൽ ആ നാടകം അവതരിപ്പിക്കുകയൊക്കെ ചെയ്തു. ഇതൊക്കെ തന്നെ കൗമാരകാലത്തിൻ്റെ നാടക അനുഭവങ്ങളാണ്. പിന്നീട് ഞാൻ പഠിക്കുന്ന കലാലയത്തിൽ ആ കലാലയത്തിൻ്റെ ഉദ്ഘാടന സമയത്ത് ആ ഉദ്ഘാടനത്തിന് വേണ്ടി ഒരു നാടകം സെറ്റ് ചെയ്യേണ്ടായി. അപ്പോൾ അന്ന് അവിടെ ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ ബാച്ചിൽ കുട്ടികളുണ്ടായിരുന്നു. ഞാൻ ഡിഗ്രിക്കാണ് ആ കോളേജിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പോൾ എങ്കിൽ കൂടി എന്നെ അവർ ആ നാടകത്തിൻ്റെ ഭാഗമാക്കുകയും ഞാൻ അന്നത്തെ PG വിദ്യാർത്ഥികളുടെ കൂടെ ആ നാടകത്തിൽ പങ്കാളിയാകുകയും ചെയ്തു, അഭിനയിക്കുകയും ചെയ്തു. അപ്പം ഇങ്ങനെ നിരന്തരമായിട്ടുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള ഒരുപാട് നാടക അനുഭവങ്ങളുണ്ട്. പിന്നീട് രംഗത്ത് ഒരു നാടക നടനായിട്ട് അവതരിപ്പിക്കാൻ പിന്നീട് വലിയ അവസരങ്ങളൊന്നും കിട്ടിയിട്ടില്ല. അതിനൊരു സൗകര്യങ്ങൾ കിട്ടിയിട്ടില്ല എന്ന് പറയാം. പല രൂപത്തിലുള്ള വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടുള്ള യാത്രകൾ, നാട്ടിൽ പിന്നീട് ജോലി ആയിട്ട് ഒരു തരത്തിലുള്ള പ്രവാസ ജീവിതം നയിക്കേണ്ടി വന്നതുകൊണ്ടും നാട്ടിൽ എല്ലാ സമയത്തും ലഭ്യമല്ലാത്തൊരവസ്ഥ വന്നതോടുകൂടിയും കലാസാംസ്കാരിക രംഗത്ത് നിന്ന് പിന്നെ പൂർണ്ണമായിട്ടും വിട്ടുപോകുന്ന അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. എങ്കിൽ കൂടി ഒരു അധ്യാപകൻ എന്ന നിലയ്ക്ക് എനിക്ക് കുട്ടികൾക്ക് വേണ്ടി നാടകം ചെയ്യാൻ അവസരം കിട്ടിയിട്ടുണ്ട്. അവർക്ക് വേണ്ടി സ്കിറ്റ് ചെയ്യാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. UA ഖാദറിൻ്റെ പുലിമറ ദൈവത്താർ എന്നുള്ള നോവലേറ്റ് ഞാനത് നാടകമായിട്ട് ആവിഷ്കരിച്ചിട്ട് കുട്ടികൾക്ക് വേണ്ടി നാടകം ചെയ്തിട്ടുണ്ട്. സബ് ജില്ലാ തലത്തിലൊക്കെ ആ നാടകം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്തരം നാടക അനുഭവങ്ങൾ ഉണ്ട്. ഇപ്പോഴും നാടകത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ അല്ലെങ്കിൽ വേദിയെക്കുറിച്ച് ഓർക്കുമ്പോൾ ആ വേദിയിലെ ആദ്യത്തെ 5-10 മിനിറ്റുള്ള ടെൻഷനെക്കുറിച്ച് ഓർക്കുമ്പോൾ അതൊരു ഗൃഹാതുരമായ ഓർമ്മയാണ്. അതേപോലെ തന്നെ എടുത്തു പറയേണ്ടത്
ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലയളവിൽ നാടകത്തെ അത്യധികം സ്നേഹിച്ച ഒരു അധ്യാപകനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് MK സുരേഷ് ബാബു മാഷ് എന്നാണ്. അദ്ദേഹം ഞങ്ങൾ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് അവിടുത്തെ കുട്ടികളെയൊക്കെ ഉപയോഗിച്ചിട്ട് ഒരുപാട് നാടകങ്ങൾ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. വശാൽ എനിക്ക് ആ നാടകങ്ങളുടെ ഭാഗമായി പങ്കെടുക്കാനുള്ള അവസരം ഉണ്ടായിട്ടില്ല. എങ്കിലും ഒന്ന് രണ്ട് അത് പ്രദർശിപ്പിക്കുന്ന സ്ഥലത്ത് ഞാൻ ആ സംഘത്തിൻ്റെ കൂടെ സഞ്ചരിക്കുകയുണ്ടായിട്ടുണ്ട്. മാഷ് പിന്നീട് പിൽക്കാലത്ത് സംസ്കൃത നാടക പാരമ്പര്യത്തെ മാഷ് വലിയ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുണ്ട്. രാജ്യം മുഴുവൻ അത്തരം നാടകങ്ങൾ, സംസ്കൃത നാടകങ്ങൾ, ഭാസൻ്റെ ഒക്കെ നാടകങ്ങൾ വ്യത്യസ്ത വേദികളിൽ അവതരിപ്പിക്കുകയുണ്ടായിട്ടുണ്ട്. അപ്പം മാഷും ഈ നാടകം സംബന്ധിച്ച ഓർമ്മകളിൽ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അപ്പം ഇന്ന് നാടക ദിനത്തിൽ എല്ലാവർക്കും ആശംസകൾ നേരുന്നു.